ഞാൻ നിന്നെ എന്റെ സ്വന്തം മോളെ പോലെയല്ലേ കരുതിയത്. മരുന്നും ഫ്രൂട്ട്സും എന്തൊക്കെ സാധനങ്ങൾ ഞാൻ നിനക്ക് വാങ്ങിച്ചു തന്ന്. നിനക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നി അഞ്ജു? അങ്ങനെയൊന്നും അല്ല അമ്മ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. എനിക്ക് ഈ വീട്ടിൽ ഒരു പരിഗണനയും കിട്ടിയില്ല. അമ്മയ്ക്ക് എന്നോട് ഒരു സ്നേഹം ഉണ്ടായിരുന്നില്ല. ഏട്ടത്തി ആണെങ്കിൽ എപ്പോഴും ആട്ടും തുപ്പും. ഒരിക്കൽ ഏട്ടത്തി അമ്മയുടെ മുന്നിൽ വെച്ച് തല്ലിയപ്പോ അമ്മ ഒന്നും പറഞ്ഞില്ല. പ്രകാശിന് എന്നെ തല്ലിയപ്പോ അമ്മ അപ്പോഴും ഒന്നും പറഞ്ഞില്ല. ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി അമ്മ ഞാൻ ഇങ്ങനൊരു കള്ളം ചെയ്തത്. എല്ലാരും എന്നെ സ്നേഹിക്കാൻ വേണ്ടി അമ്മ ഞാൻ ഇതൊക്കെ ചെയ്തത്. അമ്മ എന്നെ സ്നേഹിച്ചില്ലേ? ഇതൊക്കെ ചെയ്തിട്ടാണെങ്കിലും അതിനു വേണ്ടി അമ്മ. ഇതൊക്കെ തെറ്റാണെന്ന് എനിക്ക് അറിയാം അമ്മ. ഞാൻ എന്ത് ചെയ്താലും പറഞ്ഞാലും ഇതൊന്നും ഞാൻ മാപ്പ് അർഹിക്കുന്നില്ല എന്ന് എനിക്കറിയാം. എന്റെ അവസ്ഥ ഒന്ന് അമ്മ ആലോചിച്ച് നോക്കിയേ. അപ്പ അമ്മയ്ക്ക് മനസ്സിലാവും. നീ എന്റെ കൺമുമ്പിന്ന് പോയിക്കേ അഞ്ജു. എന്ത് ചെയ്താലും പറഞ്ഞാലേ കൂടിപ്പോവും. അത്രക്ക് ദേഷ്യം വന്നിരിക്കും എനിക്ക്. ഇല്ല, അമ്മ ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ പോവൂല. അമ്മ എന്നെ തല്ലിയാലും ഞാൻ പോവൂല. തല്ലണമെങ്കിൽ അമ്മ എന്നെ തല്ലിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. അമ്മ ക്ഷമിച്ചു എന്നൊന്ന് പറ അമ്മ. അമ്മ എന്നെ തല്ലിക്കമ്മ. തല്ലമ്മ. അമ്മ തല്ലി. തല്ലമ്മ. നിനക്കൊന്ന് പൊട്ടിക്കണേ എന്റെ മനസ്സ് പറഞ്ഞോണ്ടിരിക്കായിരുന്നു. അത് തരാതിരുന്നാലേ ശരിയാവൂല. ക്ഷമിക്കണോ വേണ്ടേന്നേ ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. എണീറ്റ് പോകാൻ. മതി, അത് മതി. അമ്മ എന്നോട് ക്ഷമിച്ചാ മതി. ഇനി ആവണിയുടെ അമ്മയുടെ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കോ? വല്ലാത്തൊരവസ്ഥയായിപ്പോയി. എണീറ്റ് പോടി. നിങ്ങളെന്താ ചിരിക്കുന്നേ? അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയല്ലേ. പടക്കം പൊട്ടിക്കണ എന്തോ ശബ്ദം കേട്ടല്ലോ. അത് സാരമില്ല. ഒന്ന് കിട്ടിയാലും ഡ്രാക്കുള ക്ഷമിച്ചില്ലേ? അല്ലെങ്കിൽ എനിക്കൊരു അടിയുടെ കുറവുണ്ടായിരുന്നു. അമ്മയല്ലേ തല്ലിയത്, അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. നീ സങ്കടപ്പെടാണ്? മുഖത്തടിച്ച പിന്നെ വേദനിക്കില്ലേ? വേദനിച്ചാ ഞാൻ കരയും. എന്നാലും നിങ്ങൾ എൻ്റെ അടുത്ത് ഇത് ചെയ്തല്ലോ, എനിക്കതാ സഹിക്കാൻ പറ്റാത്തത്. എടി, നീ എന്തൊക്കെ കാര്യങ്ങൾ എന്നോട് ചെയ്ത് ഞാനതൊക്കെ സഹിച്ചില്ലേ? ഒരേ ഒരു കാര്യമല്ല ഞാൻ തിരിച്ചു ചെയ്തോളൂ. ഇതങ്ങ് ക്ഷമിക്കേ. തൽക്കാലം ഞാൻ ക്ഷമിച്ച്. എന്നാലും എപ്പോഴായാലും ഇതെല്ലാം എല്ലാരും അറിയും. അത് കുറച്ച് നേരത്തെ ആയിപ്പോയി, അത്രയല്ലേ ഉള്ളൂ. സാരമില്ല. എന്ത് ചെയ്താലും എന്ത് പറഞ്ഞാലും ഒരു കൂസലുമില്ലല്ലേ? ഇല്ല, ഒരു കൂസലും ഇല്ല. കൊണ്ട്